ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചിട്ടതാണെന്ന് ഇടാൻ പറ്റാത്ത ഓരോ കാരണങ്ങളായിട്ട് 2 ദിവസത്തെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് അത് രണ്ടും ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തിക്കണം. ഇന്ന് ചായയും കടിയും ഉണ്ടാക്കാനല്ലോ ഒരുക്കാം കേട്ടോ. അപ്പം എന്താ കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇന്ന് ഓട്ടടയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കുമ്പോൾ എനിക്ക് അടുപ്പിൽ തന്നെ കത്തിക്കണം എന്നേ പറയില്ലേ. അപ്പം അടുപ്പിൽ കത്തിച്ചു. അപ്പോൾ ഓട്ടടയാകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. പിന്നെ വിറക് കുറവില്ല, കാരണം എപ്പോഴും നമുക്ക് അടുപ്പിൽ കത്തിക്കാൻ പറ്റില്ല. ഗ്യാസുമ്മ ചുട്ടതിന് അത്ര നന്നാവില്ല. എനിക്ക് അടുപ്പിൽ തന്നെ ചുടണമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെയാണ് ഓട്ടട ഉണ്ടാക്കുമ്പോൾ ചുടൽ. അപ്പോൾ ഞാൻ ഓട്ടടക്ക് എങ്ങനെയുണ്ട് പിന്നെ മാവ് കൂട്ടിൽ വെച്ചാൽ നിങ്ങളൊക്കെ എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. ഞാൻ അരമുറി നാളികേരം 1 കപ്പ് ചോറും ഇട്ടിട്ടാണ് ഒരുമിച്ച് അതിൻ്റെ കൂടെ അരച്ചുകൊണ്ടാണ് ഞാൻ ഓട്ടട ചുടൽ. ചിലവരൊക്കെ ചുടുവെള്ളം പാർന്നുകൊണ്ടൊക്കെ മാവ് കൂട്ടണം, അങ്ങനെയൊക്കെ ചുടുന്നവരുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ചുട്ടിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടണം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സാധാ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കൽ. അപ്പോൾ നമ്മളിത് മാവ് കലക്കിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണല്ലോ. പാം ഓയിൽ എന്തെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ചട്ടി നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ചായയോടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കണം. ഒരുപാട് ദിവസമായിക്കണം ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ അപ്പം മക്കൾക്ക് സ്കൂളും കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ കാക്കോട് ഡ്യൂട്ടിയിലാണ് ടൈമിൽ നമുക്കത് നിൽക്കാനുള്ള സമയം കിട്ടൂല. അപ്പം ഞാനിന്ന് വീട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യാണ്. കുറേശ്ശെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഒരുമിച്ചെടുക്കാൻ കഴിയൂല. അപ്പം ഇത് അപ്പം ഇന്ന് നമ്മളെ മേലത്തെ 2 റൂമുണ്ടായിരുന്നു, അതാണ് ക്ലീൻ ആക്കണത്. അവിടെ കട്ടിലും കാര്യമൊന്നുമില്ല, വെറുതെ നിങ്ങളിങ്ങനെ പണി ഫുള്ള് തീർന്നിട്ടില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ അന്ന് അവിടെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ കാക്ക് ഗൾഫിൽ നിന്ന് ഫസ്റ്റിൽ കൊടുത്ത പെട്ടിയുണ്ട്, അതാണ് ഈ കാണിക്കണത്. അപ്പം ഞാനതിൽ പേപ്പറും കാര്യമായിട്ടില്ലേ അതൊക്കെ അതിലാണ് ഇട്ട് വെക്കൽ. അലമാരിയിലാവുമ്പോൾ മക്കളെപ്പോഴും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരിച്ചിട്ട് വിചാരിച്ചിട്ട് ഞാൻ
അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കിച്ചണിക്ക് തന്നെ എത്തിക്കണം. ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ ചോറ് അങ്ങനെ ഊറ്റി വെച്ചിരുന്നു. കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പും പച്ചക്കായും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ടാണ് കറി വെക്കുന്നത്. ഇന്ന് മീൻകാർ വരാത്ത കാരണം നമുക്ക് ഉണക്കമീനൊക്കെ ഉണ്ടാവും കൂട്ടുകാരെ പൊരിക്കണത്. അപ്പോൾ പിറ്റേ ദിവസത്തെ രാവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. നമ്മളെ കാക്കുണ്ടൂട്ടിക്ക് കയറിട്ടെന്ന്. അപ്പോൾ ഞാൻ 4 മണിക്ക് നീച്ച് ചായയും കടിയും കറിയൊക്കെ റെഡിയാക്കി. പിന്നെ കാക്കൂനിലെ ചോറും കറിയും ഉണ്ടാക്കണം. ചോറ് ഞാൻ വെക്കനെയാണ് കേട്ടോ, ചൂടോടെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസത്തെ ചോറ് ചൂടാക്കി കൊണ്ടൊന്നുമല്ല, പുതിയ ചോറ് റൈസ് കുക്കർക്ക് വെച്ച് കൊടുത്ത് അങ്ങനെ ആദ്യം തന്നെ ഞാൻ അങ്ങനെ ചോറ് ഇറക്കി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പേരിയും കറികളൊക്കെ ഉണ്ടാക്കിയപ്പം കഷ്ണമീൻ പൊരിച്ചിക്കണ്, അതുപോലെ പയറുപ്പേരിയും വെച്ചിക്കണ്, പിന്നെ പരിപ്പും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് കറിയും വെച്ചിക്കണ്. അതൊക്കെയാണ് ഇപ്പോൾ കാക്കൂന് കൊടുത്തേക്കുന്നത്. The